BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു വരികയാണ്. കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നായി ഈ തിരഞ്ഞെടുപ്പ് മാറും എന്നതിൽ സംശയമില്ല. 10 വർഷം പ്രതിപക്ഷത്തെ ഇരുന്നതിന്റെ ക്ഷീണം മാറ്റാൻ ഭരണം ലഭിച്ചില്ലെങ്കിൽ തുടരാൻ കോൺഗ്രസിന് പ്രയാസമായി തീരുമെന്നത് ഉറപ്പാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തുടർഭരണമാണ് ലക്ഷ്യം. എന്നാൽ ഭരണ തുടർച്ച ലഭിക്കരുത് എന്നാണ് പല അണികളും ആഗ്രഹിക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഛിന്നഭിന്നമായി തീർന്നതും പല പ്രമുഖ നേതാക്കളും പാർട്ടി വിട്ട് വിമതരായതും പാർട്ടിക്ക് ക്ഷീണം വരുത്തി വെച്ചിട്ടുണ്ട്. കൂടാതെ വ്യക്തിപൂജ, പ്രത്യേകിച്ച് പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ച് അതിന്റെ പരമമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നതും ഓരോ തുരുത്തുകളായി നേതാക്കന്മാർ മാറിയിരിക്കുന്നതും കേരളം ബംഗാളായി മാറുമോ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കുമോ എന്ന് ഭയക്കുന്ന അണികളാണ് ഭൂരിപക്ഷവും. ഈ ഒരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ 4-ാം തീയതി പ്രഖ്യാപിക്കുന്നത്. ഇത് മുൻനിർത്തിയായിരുന്നു M5 ന്യൂസ് പോൾ ഇട്ടത്. വോട്ടെണ്ണൽ അടുക്കും തോറും LDFന്റെ ആത്മവിശ്വാസം കുറയുന്നുണ്ടോ? ഇതിന് അനുകൂലമായും പ്രതികൂലമായും നിരവധി പ്രതികരണങ്ങളാണ് M5 പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. 86% ആളുകളാണ് LDFന്റെ ആത്മവിശ്വാസം കുറയുന്നുണ്ടെന്ന് അനുകൂലിക്കുന്നവർ. ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ആളുകളാണ് LDF വിജയിക്കില്ല എന്ന് വിശ്വസിക്കുന്നത്. നിരവധി ഘടകങ്ങളാണ് തുടക്കത്തിലെ LDFന്റെ ആത്മവിശ്വാസം തകർക്കാൻ കാരണമായിരിക്കുന്നത്. പ്രതീക്ഷിച്ച പല മണ്ഡലങ്ങളിലും വിജയ സാധ്യത കുറഞ്ഞു വരുന്നത് ഇവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ട്. തിരഞ്ഞെടുത്ത പല സ്ഥാനാർത്ഥികളും വിചാരിച്ച വോട്ട് നേടിത്തരുന്നതിൽ പ്രാപ്തരായിരുന്നോ എന്നതിലും സംശയം ഉയരുന്നുണ്ട്. LDFൽ ഭരണവിരുദ്ധ വികാരം ആളുകളിൽ ശക്തമായോ എന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട് എന്നതാണ് വിലയിരുത്തൽ. നിലവിലെ കണക്കുകൂട്ടലുകൾ പ്രകാരം നിരവധി ഘടകങ്ങളാണ് LDFന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.